Hello friends, എൻ്റെ പേര് വർഗീസ് മെക്കാൻ ബെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അതായത് നമ്മുടെ EV ഡാർക്ക് എഡിഷൻ മോഡൽസിൻ്റെ ഇൻറ്റീരിയറിൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൻ്റെയും വീഡിയോസാണ് ഞാൻ പാർട്ട് 1ലും 2ലും ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ പാർട്ട് 1 വീഡിയോ കാണുക. കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് വന്ന കോമൺ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബാറ്ററിയെ പറ്റിയും അതുപോലെ തന്നെ ചാർജിങ്ങിനെ പറ്റിയെല്ലാം പാർട്ട് 1ലാണ് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EV ഡാർക്ക് എഡിഷൻ മോഡൽസും നോർമൽ മോഡൽസിലും ഇൻറ്റീരിയറിൽ വരുന്നുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് കൂടുതലായിട്ടും ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വെഹിക്കിളിൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പാറ്റേണും എങ്ങനെയൊക്കെയാണ് മൈലേജ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി തന്നെ നമ്മൾ ഡാർക്ക് എഡിഷൻ മോഡൽസിൻ്റെ അകത്തോട്ടും അതുപോലെ തന്നെ നോർമൽ മോഡലായിട്ടും എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ പ്രകടമാകുന്നൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷനിലെല്ലാം കൊടുക്കുന്നൊരു വൈറ്റ് കളർ കൂടിയ ഒരു ബീജ് ഒരു കളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് ആണെങ്കിലും റൂഫിംഗ് ആണെങ്കിലും സൈഡ് പില്ലേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു വൈറ്റ് ബീജ് കളറിലുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് എഡിഷൻസിൻ്റെ വണ്ടിയിലോട്ട് കയറുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ആയിരിക്കും. ആ റൂഫിംഗ് ആണെങ്കിലും ഈ ഒരു ബീഡിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഒരു ബ്ലാക്ക് കളർ ടോണിലായിരുന്നു നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇനിയിപ്പം അത് ഞാൻ ആ അടുത്ത മോഡൽ ഈ ഒരു മോഡലിൻ്റെ ഡിസ്ക്രിപ്ഷൻ മൊത്തം കഴിയുമ്പോൾ ഞാൻ ഡാർക്ക് എഡിഷനിലോട്ട് ചേഞ്ച് ആവും. അന്നേരത്തേക്ക് ഞാൻ ആ ഡാർക്ക് എഡിഷൻ്റെ അകത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് വന്നതെന്നും കാര്യങ്ങളും എല്ലാം ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഇപ്പം തന്നെ ഫസ്റ്റ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ യൂസേജ് ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള യൂസേജ് എല്ലാം ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു എങ്ങനെയൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോർമൽ നമ്മൾ പെട്രോൾ ഓർ ഡീസൽ മോഡൽസിലെ ഓട്ടോമാറ്റിക് വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലസ്റ്റർ ഓൺ ആവും. അതിൻ്റെ അകത്ത് ഫുൾ റൈറ്റിംഗ് EVയുടെ ഒരു പടമൊക്കെ വരും. ഇപ്പം ഇതുണ്ട്, ഇവിടെ ഒരു റെഡിയെന്ന് വരുന്നുണ്ട്. ഈ റെഡിയെന്ന് വരുമ്പോഴത്തേക്ക് മാത്രമാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നത്. നമുക്ക് നോർമൽ വെഹിക്കിൾസ് പോലെ എഞ്ചിൻ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാണോ അല്ലയോ എന്ന് അറിയുന്നത് നമ്മൾ ഈ ഒരു റെഡിയെന്ന് ഈ ഒരു ന്യൂട്രലിൻ്റെ താഴെ എഴുതി കാണിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാണോ എന്ന് അറിയത്തുള്ളൂ. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ അലൈൻമെൻറ്റിലാണ്. നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ഏത് ഡയറക്ഷനോട് തിരിച്ചാലാണ് കറക്റ്റ് വരുന്നതെന്ന് ഇതിൻ്റെ അകത്ത് ആരോ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് അലൈൻഡെന്ന് കണ്ടോ, സ്റ്റിയറിംഗ് അലൈൻഡെന്ന് കാണിച്ചും. അതുപോലെ തന്നെ ആ ഒരു വാണിംഗ് പെട്ടെന്ന് തന്നെ അങ്ങ് പോവുകയും ചെയ്യും. പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഡിസൈനിങ് ആണ്. അതായത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഫുൾ XSR പ്ലസ് തൊട്ട് നമ്മുടെ ലെതർ റാപ്ഡ് ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതിൽ നമ്മുടെ ലെഫ്റ്റ് പോർഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസും റൈറ്റ് പോർഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു കൺട്രോൾസുമാണ് ഈ റൈറ്റ് സൈഡിൽ വരുന്നത്. നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു നെക്സോണിൻ്റെ അല്ലെങ്കിൽ ഓൾട്രോസ് ടിയാഗ് ഇപ്പോൾ പുതിയ വെഹിക്കിൾസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു ഹോൺ നമ്മൾ പ്രസ് ചെയ്യും. നോർമൽ വെഹിക്കിൾ പോലെ തന്നെ സെൻറ്ററിലല്ല അതിൻ്റെ ഹോൺ വരുന്നത്. സെൻറ്ററിലുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഹാർഡാണ്. നമുക്ക് ഈ കൺവീനിയൻ്റ് ആയിട്ട് ഈ രണ്ട് കോർണർ, ഒന്നുകിൽ ഈ കോർണർ അല്ലെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ കോർണറിൽ ഇവിടെ ഒരു ഹോണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഹോൺ നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ കൈ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലുണ്ട്, പക്ഷേ അത് സെൻറ്റർ പ്രസ് ചെയ്താലും കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ട്രിപ്പ് A ട്രിപ്പ് B നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പം ട്രിപ്പ് A 0 ആണ്. ട്രിപ്പ് Bയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ആരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ട്രിപ്പ് B സെലക്ട് ആണ്. അതിൻ്റെ അത് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ സെൻറ്ററിൽ ഇവിടെ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്. നമ്മൾ ആ ടിക്ക് നമ്മൾ സെൻറ്ററിൽ ടിക്ക് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. റീസെറ്റ് അപ്പോൾ യെസ് ഓർ നോ, യെസ് ഓർ നോ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ യെസ് കൊടുത്തിട്ട് വീണ്ടും ഈ ടിക്കിലൊന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റാണ്, ട്രിപ്പ് റീസെറ്റായി. ഇപ്പോൾ 0 എന്ന് വന്ന്. ഇതാണ് നമുക്ക് ട്രിപ്പ് Aയും ട്രിപ്പ് Bയും സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ അടുത്ത ഇതിലോട്ട് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ആരോ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത സെറ്റിങ്സിലോട്ട് വരും. സെറ്റിങ്സിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പ്രസ് ഓക്കെ ടു എൻ്റർ സെറ്റിംഗ് മെനു എന്ന് വരുന്നത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെയിം തന്നെ നമ്മുടെ ആ ടിക്ക് ബട്ടൺ ആണ്. നമ്മൾ ആ ടിക്ക് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്ഷനിലോട്ട് വരും. അതിൽ ഫസ്റ്റ് കിടക്കുന്നത് തന്നെ നമ്മുടെ ഇലൂമിനേഷനെ പറ്റിയാണ്. ഇലൂമിനേഷൻ അതുപോലെ തന്നെ ഇലൂമിനേഷൻ ക്ലോക്ക് എബോട്ട് എന്നുള്ള ഇത്ര ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇലൂമിനേഷൻസ് ഇപ്പം ഡിസേബിൾ ആയിട്ടാണ്. ഇത് എനേബിൾ ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പാർക്ക് ലൈറ്റ് ഓൺ ആക്കുക അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്തായിരിക്കും ഇലൂമിനേഷൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതുപോലെ പാർക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുമ്പോഴത്തേക്ക് തന്നെ ഇലൂമിനേഷൻ ആക്റ്റീവ് ആവും. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ടിക്കാണ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് വരും. അത് എൻ്റർ ആകുമ്പോഴത്തേക്ക് നമുക്കാണ് ഇലൂമിനേഷൻ 100% എന്ന് വരും. ഇത് നമുക്ക് രാത്രികാലങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ക്ലസ്റ്ററിൻ്റെ അകത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ടച്ച് സ്ക്രീനിൻ്റെ അകത്തെയും ഒരു വെട്ടം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. ഇതുകൊണ്ട് ഇത് 80, 60, 40 ഇവിടെ കുറയ്ക്കുന്നതനുസരിച്ച് ഇവിടുത്തെയും ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും.
അതിൻ്റെ നമുക്ക് ആ ഒരു വെട്ടം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് 40 മതിയെങ്കിൽ നമ്മൾ 40 ഇവിടെ ടിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു 40 സെറ്റാവും. പിന്നെ നമ്മുടെ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു ബാക്ക് ആരോയിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ക്ലോക്ക് സെലക്ട് ആകുന്നത്. വീണ്ടും ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോക്ക് മെനുവിലോട്ട് എൻ്റർ ആവും. ഇതിപ്പോൾ 24 hour ഫോർമാറ്റിലാണ്. നമുക്കത് നോർമൽ 12 hour ഫോർമാറ്റിലോട്ടാണെങ്കിൽ വീണ്ടും ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 24 hour ഫോർമാറ്റിൻ്റെ ഓപ്ഷനിലോട്ട് വരും. മൊത്തത്തിൽ വീണ്ടും ഒന്ന് ടിക്ക് കൊടുക്കുവാണെങ്കിൽ അത് 12 hour ഫോർമാറ്റിലോട്ട് ഇപ്പോൾ 4:36 എന്നുള്ള ആ ടൈമിലോട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ വരും. വീണ്ടും നമുക്ക് ബാക്ക് കൊടുത്തിട്ട് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 12 hour ഫോർമാറ്റിലോട്ട് ഇപ്പം ടോപ്പിൽ നമുക്ക് കാണാം 4:36 PM അത് വെച്ച് കഴിഞ്ഞാൽ ആ 24 hour ഫോർമാറ്റ് നേരെ 12 hour ഫോർമാറ്റിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊരു ബ്ലൂടൂത്ത് പെയർ ചെയ്യാനായിട്ട് ടാപ്പ് ടു പെയർ എന്നുള്ള സ്ക്രീനിൽ തന്നെ ടാപ്പ് ടു പെയർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിലോട്ട് പോകും. അപ്പം കണക്ട് നെക്സ്റ്റ് എന്നായിരിക്കും നമ്മുടെ പേര് വരുന്നത്. അപ്പം നമ്മുടെ ഫോണിൻ്റെ ഡിവൈസിൻ്റെ പേര് ഇപ്പം എൻ്റെ ഫോൺ ഡിവൈസിൻ്റെ ഒരു ടിനോ എന്നാണ്. ജസ്റ്റ് ടിനോ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലോട്ടും അതിൻ്റെ ഓപ്ഷൻ വരും. അപ്പം ബ്ലൂടൂത്ത് പെയറിങ് ഓപ്ഷൻ വന്ന് ഞാൻ ജസ്റ്റ് പെയർ കൊടുക്കുമ്പോഴത്തേക്ക് കണക്റ്റ് ആവും. വീണ്ടും 2 ഓപ്ഷൻസും കൂടെ വരും. നമ്മുടെ ഇത് ഓതറൈസ് ചെയ്യാൻ കൊടുക്കുക. അതുപോലെ തന്നെ മെസ്സേജ് റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം ഓക്കെ കൊടുക്കുക. നമുക്ക് വരുന്ന മെസ്സേജ് ആക്കി ഇതിനകത്ത് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലൂടൂത്ത് പെയർ ആയി കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് വണ്ടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ആരെങ്കിലും നമുക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കോൺടാക്ട്സ് ഫോണിൻ്റെ അകത്തുനിന്ന് തന്നെ കോൺടാക്ട്സ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോ ഡ്രൈവർ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോ ഡ്രൈവറിനെ കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ ജസ്റ്റ് ഈ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്ട്സ് മൊത്തം ഇതിലിങ്ങനെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഡയൽ പാഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ എന്നിട്ട് കോൾ കൊടുക്കണം, നമ്മുടെ ഫോണിൽ നിന്ന് കോൾ പോകും. പിന്നെ നമുക്ക് ഫേവറേറ്റ്സിൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫേവറേറ്റ്സ് ലിസ്റ്റ് കാണിക്കും. ഇത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരും നമ്പേഴ്സും ആയിരിക്കും ഇതിലത് കാണിച്ചിരിക്കുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ ലോഗ്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന നല്ല മിസ് കോൾസ് വന്നിരിക്കുന്നതൊക്കെ ആരുടെയൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കും. അതിനകത്തുനിന്ന് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് കോൾ പോകും. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കോൾ ലോഗ്സിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ നെക്സോൺ XZ+ ഓപ്ഷൻ നമ്മുടെ നെക്സോൺ XZ+ EV XZ+ ലക്ഷറി EV എല്ലാത്തിൻ്റെ ഈ ടോപ്പ് മോഡലിനകത്ത് വരുന്നൊരു ഫംഗ്ഷനാണ് വാട്ട് 3 വേർഡ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ. അത് നോർമൽ ഡെലിവറി ടൈമിലാണ് തന്നെ കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ടൊരു ഇൻറ്റിമേഷൻ കിട്ടാറില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻറ്റിമേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ എടുക്കാനായിട്ട് നമ്മൾ സ്ക്രീനിൽ തന്നെ ഒരു വാട്ട് 3 വേർഡ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ കാണും. ഇത് നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേയോ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നാവിഗേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിലെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മൾ അഡ്രസ്സ് സെർച്ച് ചെയ്ത് തുടങ്ങുന്നത്. അത് നമുക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ അകത്തുനിന്ന് വാട്ട് 3 വേർഡ്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വാട്ട് 3 വേർഡ്സിൻ്റെ. ആ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ നിന്ന് എടുക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ വാട്ട് 3 വേർഡ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലെടുക്കുക. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കറണ്ട് ലൊക്കേഷൻ, ഇതാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ. ഇപ്പം ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം ഞാൻ ഈ ലൊക്കേഷൻ തന്നെ നിൽക്കുന്ന കാണാം. ഞാൻ കുറച്ചുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ക്വയർ മീറ്ററും ഓരോ 3 വേർഡ്സായിട്ട് കവേർഡ് ആയിട്ടാണ്. അപ്പോൾ ആ 3 വേർഡിങ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വാഹനം ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മളൊരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഏകദേശം ഒരു 2 മീറ്റർ അല്ലെങ്കിൽ ഒരു 10 മീറ്റർ മാറിയായിരിക്കും വന്ന് നിൽക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ റീച്ച് എന്ന് നമ്മൾ പറഞ്ഞു വന്ന് നിൽക്കുന്നത്. പക്ഷേ വാട്ട് 3 വേർഡ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുന്ന ഓരോ സ്ക്വയർ മീറ്ററിലും ഓരോ 3 വേർഡ്സായിട്ട് കവേർഡ് ആക്കി എക്സാക്റ്റ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ടേ നമ്മൾ ഡെസ്റ്റിനേഷൻ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷൻ റീച്ച് എന്ന് നമ്മൾ പറയത്തുള്ളൂ. മറ്റേ നോർമൽ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടെ നല്ല അക്യുറേറ്റ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ എടുക്കുമ്പോഴത്തേക്ക് ഓരോ സ്ക്വയർ മീറ്ററിനും ഓരോ നെയിംസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നെയിം നിങ്ങൾ കണ്ടിട്ടുണ്ട്. healthy.cascade.gullibility എന്നായിരിക്കും ആ ഒരു വേഡിങ്സ് കൊടുത്ത്. നമ്മൾ ആ ഒരു വേഡിങ്സ് നമുക്ക് ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. healthy.cascades.
ഇത് വരുമ്പോൾ തന്നെ കറക്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഇത് കോട്ടയം കേരള അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു നാവിഗേഷൻ്റെ ഈ ഒരു ആരോ ബട്ടൺ ഉണ്ട്, ഈ ഒരു ആരോ ബട്ടണിലോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെഹിക്കിൾ ലൊക്കേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ പെർമിഷൻ വരും, നമ്മുടെ ഫോൺ കണക്റ്റഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് പെർമിഷൻ വരും കണക്ട് ചെയ്യാനായിട്ടുള്ള. ഇതിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അലോ പെർമിഷൻ എന്ന് പറഞ്ഞു വരും. നമുക്ക് പെർമിഷൻ അലോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലൊക്കേഷനിലോട്ട് പോകും. കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ആ ഒരു ഓരോ സ്ക്വയർ മീറ്ററായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇതിൽ നമുക്ക് നേരെ നാവിഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാനുള്ള നാവിഗേഷൻ കറക്റ്റായിട്ട് നമുക്ക് കാണിക്കും. ഇതാണ് നമ്മുടെ ഒരു വാട്ട് 3 വേർഡ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ. നമ്മുടെ മൊബൈലിൽ എത്താണെങ്കിലും കറക്റ്റ് ആ ലൊക്കേഷനിലോട്ട് എത്താനുള്ള റൂട്ട് മാപ്പ് നമ്മുടെ മൊബൈലിലോട്ട് വരും. അതാണ് നമ്മുടെ ഒരു വാട്ട് 3 വേർഡ്സിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. നമ്മുടെ സ്ക്രീനിൽ അടുത്ത യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നത് വെച്ചാൽ നമുക്ക് പാർക്ക് അസിസ്റ്റ്. നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഇപ്പം റിവേഴ്സ് ഇടാതെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ഓൺ ആക്കണം. ഈ പാർക്ക് അസിസ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ക്യാമറ ആക്ടിവേറ്റ് ആകും. ഈ സമയം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് വെഹിക്കിളിൽ പോകുന്ന ഡയറക്ഷനും എല്ലാം കാണിക്കും. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സെൻസേഴ്സും ആ ടൈം ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ വെഹിക്കിളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഇതിൻ്റെ സെൻസേഴ്സിൻ്റെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോഴത്തേക്ക് അങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇത് ഓൺ ആക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കും, ടോപ്പിൽ കാണിക്കുന്നത് പാർക്ക് ബ്രേക്ക് എൻഗേജ് പ്ലീസ് റിലീസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒരു റൈറ്റിങ് ഒരു വാണിംഗ് ടോപ്പിൽ വരുന്നത്. ഇതിപ്പോൾ ക്ലോസ് ചെയ്യാൻ ഇവിടെ ഒരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട്. ഇൻഡ്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയിക്കോളും. അപ്പം പിന്നീട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തീംസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതൊരു റെഡ് കളർ തീമാണ്, നമുക്ക് ഈ തീംസ് വേണം നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ മോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഓറഞ്ച് കലർന്നൊരു കളർ വരും. അതിൽ ജസ്റ്റ് സ്റ്റിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ചേഞ്ച് ആവും, കളർ പാറ്റേൺ ചേഞ്ച് ആവും. അതുപോലെ തന്നെ നമുക്ക് വേറെ കളേഴ്സ് ഉണ്ട്. ബ്ലൂ കളറുണ്ട്, ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൂ കളറിലോട്ടാവും. പിന്നെ റെഡ്, ഇത്ര 3 കളേഴ്സാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അപ്പം നമുക്ക് എന്തെങ്കിലും ഈ വാണിങ്സ് ഒക്കെ സീറ്റ് ബെൽറ്റ് വാണിങ്, അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ആണെന്ന് പറയുന്ന വോയിസ് വാണിങ്ങും കാര്യങ്ങളും അതിൻ്റെ സൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലസ്റ്ററിലുള്ള ബാക്കി കൺട്രോൾസൊക്കെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾസ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടച്ച് സ്ക്രീനിൽ നിന്ന് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ എടുത്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ മോഡ്സ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫേസിലോട്ട് ഫാനിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ വരുന്ന മോഡ്സ് ഓരോന്ന് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാൻ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫാൻ സ്പീഡ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് D4ൻ്റെ നമുക്ക് ഓപ്ഷൻ ഇവിടെ നിന്ന് എടുക്കാം. ഫ്രണ്ട് D4 വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മിസ്റ്റ് കളയാൻ നമുക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഔട്ട്സൈഡ് എയർ കയറാനുള്ള ബ്ലോക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് അൺബ്ലോക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് AC ഓണും ഓഫും നമുക്ക് ഇവിടെ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ അതല്ലാതെ നമുക്കിപ്പം വണ്ടി മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇത് ഓഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടൈം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരും. പിന്നെ നമുക്കത് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. ജസ്റ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഡിസൈൻസ് വരും, ക്ലോക്കിൻ്റെ ഓരോ ഡിസൈൻസ് വരും. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്കിത് മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലോക്ക് മാത്രമായിട്ട് നിൽക്കും. അതുപോലെ നമുക്ക് ക്ലോക്ക് മാത്രമായിട്ട് നിൽക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ ഒരു ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ ഫാൻ സ്പീഡും ആ ഒരു എയർ വരുന്ന ആ മോഡും കാര്യങ്ങളും എല്ലാം ടോപ്പിൽ തന്നെ കാണിക്കും. ായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾസ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റ് കൺട്രോൾസ് ആണ്. നമുക്ക് ഓട്ടോ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് വെഹിക്കിൾ തന്നെ സെൻസ് ചെയ്ത് അതിൻ്റെ ഫാൻ സ്പീഡും ടെമ്പറേച്ചറൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ അഡ്ജസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇത് ഫാനിൻ്റെ സ്പീഡ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫുൾ തിരിച്ചാലും ഫാൻ സ്പീഡ് 1ൽ തന്നെ മിനിമം കിടക്കും. ഫാൻ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അന്നേരം AC-യും ഫാനും കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആകത്തുള്ളൂ. പിന്നെ എക്കണോമിക് AC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ 15 സെക്കൻഡ്സിൽ കംപ്രസർ കട്ട് ഓഫ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ എക്കണോമിക് AC വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടെ ഒരു AC-യുടെ അല്ലെങ്കിൽ ഒരു നമ്മുടെ കൺസപ്ഷൻ കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എക്കണോമിക് AC. പിന്നെ ഇത് നോർമലി എല്ലാവരെയും ഫ്രണ്ട് D4ൻ്റെയാണ്. ഈ ഫ്രണ്ട് പ്രസ് കഴിഞ്ഞാൽ ഫ്രണ്ട് D4 വന്നു കഴിഞ്ഞാൽ അത് കളയാനുള്ള AC വെൻസ് ഫ്രണ്ടോട്ട് വരുന്നതിൻ്റെ സ്വിച്ചസാണ് ഇവിടെ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ D4 അതിൽ മിസ്റ്റ് പിടിക്കുന്ന സമയത്ത് ഒത്തിരി ഒരു ഹീറ്റർ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓൺ ആവും. അന്നേരം ഹീറ്റ്
ഹീറ്റായിട്ട് ഔത്തേലുള്ള ആ ഒരു മിസ്റ്റ് എല്ലാം കൂടെ മെൽറ്റായി പോകും. പിന്നെ ഇത് നോർമൽ മുമ്പേ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഔട്ട്സൈഡ് എയർ അകത്തോട്ട് കയറാനുള്ള ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഇത് വരുന്നത്. ഇത് നോർമൽ നമ്മുടെ ഓരോ മോഡ്സ്, നമ്മുടെ ഫാനിൻ്റെ ഓരോ മോഡ്സ് നമ്മൾ ഫേസിലോട്ടും അല്ലെങ്കിൽ കാലിലോട്ടും അങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ മോഡ്സ് ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്സോൺ മോഡൽസിനൊക്കെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് നോർമൽ വാഹനങ്ങളെ പോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അവിടെയെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്, ഒരു സ്വിച്ചായിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് വൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. പിന്നെ ഇത് ലോക്കും അൺലോക്കും ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ. ഫോഗ് ലാമ്പ് നമ്മൾ നോർമൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഓൺ ആകത്തില്ല. ഇതിപ്പോൾ പാർക്ക് ലൈറ്റ് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് ഫോഗ് ലാമ്പ്. അപ്പോൾ ഞാനിത് പാർക്ക് ലൈറ്റ് ഇവിടെ ഓണാണ്, ഞാൻ പാർക്ക് ലൈറ്റ് ഓഫ് ചെയ്താണ്. ഇനി ഇത് പ്രസ് ചെയ്താലും ഇത് ആക്ടിവേറ്റ് ആകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ലൈറ്റ് ഓൺ ആകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഫോഗ് ലാമ്പ് ഓൺ ആകത്തുള്ളൂ. ഇതിന് ജസ്റ്റ് നമുക്കിവിടെ പാർക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഗ്രീൻ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോഗ് ലാമ്പ് ഇപ്പം ഓണാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ വരുന്ന കൺട്രോൾസ്. പിന്നെ നമ്മുടെ USB കണക്ട് ചെയ്യാനായിട്ട് ഇതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാൻ USB ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ഫോൺസ് എല്ലാം ചാർജ് ചെയ്യേണ്ടതാണെങ്കിൽ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വരുന്നതാണ് ഒരു ഓപ്ഷനാണ് നമുക്ക് ഒരു ടാമ്പർ ഡോർ വരുന്നത്. ഇതാണ് നമുക്ക് ടാമ്പർ ഡോർ വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത ടൈമിൽ നമുക്ക് മൊബൈൽ ഹോൾഡറായിട്ട് നല്ല കറക്റ്റായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് മൊബൈൽ ഇരിക്കുന്ന ഒരു സ്പേസ് ആണ് വരുന്നത്. പിന്നീട് നമുക്ക് വരുന്ന വെച്ചാൽ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കുഷ്യനിങ് ഉള്ള ഹാൻഡ് റെസ്റ്റ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ XM മോഡലിനകത്ത് ആ ഒരു ഫംഗ്ഷൻ ഈ രണ്ട് ഫീച്ചേഴ്സ് വരുന്നില്ല. അത് ഞാൻ നെക്സോണിൻ്റെ XMൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. നെക്സോൺ ഇലക്ട്രിക് വരുമ്പോഴത്തേക്ക് നോർമൽ വാഹനങ്ങളെ പോലെ ഒരു ഗിയർ നോബോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ വാഹനത്തിൽ വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഷിഫ്റ്റ് ഓൺ ഫ്ലൈ മോഡലിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ വാഹനം ന്യൂട്രലാണ് നടക്കുന്നത്. അത് നമ്മുടെ സ്ക്രീനിലും കാണിക്കും ന്യൂട്രൽ എന്നുള്ളത്. ഇത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ന്യൂട്രലിൽ നിന്നും ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ റിവേഴ്സിലോട്ടോ ചേഞ്ച് ആവും. ജസ്റ്റ് ഞാനൊന്ന് ഡ്രൈവിലോട്ട് ഇടും. ഇപ്പോൾ ഡ്രൈവിലോട്ട് ഒരു ബീപ്പ് സൗണ്ട് വരും. അതുപോലെ തന്നെ സ്ക്രീനിലാണെങ്കിലും ഡ്രൈവ് എന്ന് കാണിക്കും. ഈ സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി ചിലപ്പോൾ ഡ്രൈവിലോട്ട് നമ്മൾ നോക്കിയിട്ടിടുന്നത്. രണ്ടാമതാണ് ഇനി അത് കഴിഞ്ഞ് കുറച്ച് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രീനിൽ തന്നെ നോക്കി അറിയാം ഡ്രൈവും. അതുപോലെ തന്നെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പോർട്സ് മോഡിലോട്ട് വരും. ഈ സ്പോർട്സ് മോഡിലോട്ട് വരുന്ന സമയത്ത് ക്ലസ്റ്റർ നോക്കി കാണാം ഒരു റെഡ് കളറായിരിക്കും. വണ്ടി ആ ഒരു പെർഫോമൻസ് മോഡ് ആക്റ്റീവ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആ ഒരു റെഡ് കളർ തീം കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആക്സിലറേഷൻ നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ ഡ്രൈവിൽ നിന്ന് സ്പോർട്സിലോട്ടും സ്പോർട്സിൽ നിന്ന് ഡ്രൈവിലോട്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. വാഹനത്തിൻ്റെ റിയർ സീറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് EXSHOWROOM എന്നുള്ള മോഡലിൽ മാത്രം തൊട്ടാണ് നമുക്ക് റിയർ AC വെൻസ് വരുന്നത്. ഇവിടെ നമുക്ക് AC വെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സെയിം തന്നെയാണ് ബാക്കിലോട്ടും വരുന്നത്. പിന്നെ ഒരു വലിയൊരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീറ്റ്സ് വരുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങിയ നെക്സോൺ EXSHOWROOM മോഡൽസിൻ്റെ സീറ്റ്സ് എല്ലാം 60/40 സ്പ്ലിറ്റ് സീറ്റും അതുപോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഏട്ട സമയത്ത് ഒരു അപ്ഡേഷൻ വന്ന് EXSHOWROOM വരുന്ന മോഡൽസിൻ്റെ സീറ്റ് 60/40 അല്ല സിംഗിൾ സീറ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റും ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല. നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് സിംഗിൾ ഫോൾഡിംഗ് ആണ് വരുന്നത്. നമുക്ക് ഫ്ലാറ്റ് ബെഡ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്ലാറ്റ് ബെഡ് ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ സൈഡിൽ നമുക്ക് ലോക്കുണ്ട്. ഈ ലോക്ക് രണ്ട് സൈഡിലത്തെ ലോക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇത് സീറ്റ്സ് ഫുൾ ഫ്ലാറ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോട്ട് ഫുൾ ഫ്ലാറ്റായിട്ട് നമുക്ക് സീറ്റ്സ് ഫോൾഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ അന്നേരം ലഗേജ് സ്പേസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. ഫുൾ ഫ്ലാറ്റ് ബെഡായിട്ട് നമുക്ക് സമയം യൂസ് ചെയ്യാം. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഫ്രിഡ്ജ് വരെ ചെറിയൊരു ഫ്രിഡ്ജ് കയറ്റാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഈ സമയത്ത് കിട്ടും. പിന്നെ നമുക്ക് വിത്ത് ഈ മോഡൽസ് XZ മോഡലിലോട്ടാണ് നമുക്കൊരു റിയർ പാർസൽ ട്രേ വരുന്നത്.